ഹായ് ഓൾ, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻസിന്റെ കുറച്ച് MCQs ആണ്. ഇപ്പോൾ ഗാമ ഫംഗ്ഷൻ, ബീറ്റ ഫംഗ്ഷന്റെ റിലേഷൻ നമ്മൾ പറഞ്ഞു, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നമുക്ക് നോക്കാം. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആ ഫോർമുല നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലാതെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വഴി നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഫോർമുല പഠിക്കുകയാണെങ്കിൽ അതൊന്നും കൂടി സുഖമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ 3 ഫോർമുലയാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് നിങ്ങൾ പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഡ്യൂപ്ലിക്കേഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് നോക്കുക. റൂട്ട് പൈ ഗാമ ഓഫ് 2m is equal to 2 raised to 2m minus 1 into gamma of m into gamma of m plus 1/2. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത്. പക്ഷേ അടുത്ത 2 എണ്ണം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു രീതിയിലുള്ള ഇൻ്റഗ്രൽസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇത് പഠിക്കാൻ, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് ചെയ്യാം. ഇന്റഗ്രൽ 0 to infinity e raised to minus x raised to n. അപ്പോൾ എക്സ് മൈനസ് എക്സ് എന്ന് മാത്രമുള്ളതിന് പകരം x raised to n എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 1/n ഗാമ ഓഫ് 1/n. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന് എന്ത് കിട്ടും, അതിൽ ആൻസർ കിട്ടും 1/n ഇൻറ്റു ഗാമ ഓഫ് 1/n. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റഗ്രൽ 0 to infinity e raised to minus x square വന്നാൽ എന്ത് ചെയ്യണം, അപ്പോൾ 1/2 ഇൻറ്റു ഗാമ ഓഫ് 1/2, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity ഇമ്പോർട്ടൻ്റ് ആണ്. x raised to m minus 1/1 plus x raised to n dx ഈക്വൽ ടു ഒരു കൊസീക്കിൻ്റെ ഒരു ഫോർമുലയാണ്. π/n കൊസീക്ക് ഓഫ് m π/n. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ ടൈപ്പ് ചോദിച്ചിട്ടുള്ളതാണ് NVTയുടെ ഒരു എക്സാമിന്. ഇപ്പോൾ ഇന്റഗ്രൽ 0 to infinity x raised to m minus 1. ഓക്കെ, ഇതിന് പറയുമ്പോൾ x raised to 3 divided by 1 plus x raised to 5 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യാം. π/n എന്ന് പറയുന്നത് എന്താ, അവിടെ 5 ആണ്. കൊസീക്ക് m പൈ, m എന്ന് പറയുന്നത് m minus 1 ആണ് 3. അപ്പോൾ m എന്ന് പറയുന്നത് എന്താ, 4 ആണ്. 4π/5 എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ആക്ച്വലി ഇത് ഗാമ ഫംഗ്ഷൻ്റെ ഒരു ഫോമിലാണ്. അത് നമുക്കൊന്ന് പ്രൂഫിലോട്ട് വരുമ്പോൾ, ഓക്കെ, അതിൻ്റെ പ്രൂഫിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 3 ഫോർമുല നോക്കുക. ഡ്യൂപ്ലിക്കേഷൻ ഫോർമുല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി 2 എണ്ണം പഠിക്കണം, കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എന്താ പറഞ്ഞത്, ദ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ 0 to infinity x/1 plus x³ dx. കണ്ടോ, ഇത് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇന്റഗ്രൽ 0 to infinity എക്സിൻ്റെ ഒരു പവർ ബൈ 1 plus എക്സിൻ്റെ വേറൊരു പവർ. ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം പഠിച്ച ആ ഫോർമുല യൂസ് ചെയ്തിട്ട്, കൊസീക്കിൻ്റെ ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ടിലേക്ക് എത്താം. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോർമുല അല്ലെ, ഈ ഒരു ഫോം വരുന്നത്, ഈ ഒരു ഇന്റഗ്രലിന്റെ ഫോം വരുന്നത് ഇപ്പം നമ്മൾ പഠിച്ച ഈ കൊസീക്കിന്റെ റിസൾട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ m minus 1 പകരം 1 ആ അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് m minus 1 1 ആണ്. സോ വാട്ട് വിൽ ബി m ഈക്വൽ ടു 1 plus 1 ആണ്. 1 plus 1 എന്ന് പറയുമ്പോൾ 2. ക്ലിയർ അല്ലേ? ഇനി n എന്താ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. n പകരം 3 ആണ്. അപ്പോൾ m 2ഉം n 3ഉം ആണ്. സോ ഇതിന്റെ റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു π/n. വാട്ട് ഇസ് n? 3. കൊസീക്ക് m പൈ, m is 2, so 2π/n is 3. ക്ലിയർ ആണല്ലോ. അപ്പോൾ കൊസീക്ക് 2π/3 എന്നാണ് വന്നത്. അത് മാത്രം എത്രയാണെന്നുള്ളത് അറിഞ്ഞാൽ മതി, കാരണം ഓപ്ഷനിൽ കൊസീക്ക് എന്ന് പറഞ്ഞിട്ടല്ല, ഒരു ഇന്റഗ്രലിന്റെ റിയൽ നമ്പർ വാല്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ കൊസീക്ക് എങ്ങനെയാണ് 2π/3 തരിക, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് π minus π/3 അല്ലേ. വാട്ട് ഈസ് കൊസീക്ക് π minus π/3? π മൈനസ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മൈനസ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ കൊസീക്കും സൈനും എന്താണ്, പോസിറ്റീവ് ആണ്. സോ π/3 ഇൻറ്റു കൊസീക്ക് തന്നെയാണ് അല്ലേ. പൈ ആയതുകൊണ്ട് സെയിം ഫംഗ്ഷൻ ആണ്, കോ ഫംഗ്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് π/3 എന്നുള്ള രീതിയിൽ എഴുതാം. സോ വാട്ട് ഇസ് π/3? π/3 ഈസ് 60 ഡിഗ്രി. കൊസീക്ക് 60 എത്രയാണെന്ന് നോക്കിയാൽ മാത്രം മതി. സൈൻ 60 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് √3/2. സോ വാട്ട് വിൽ ബി കൊസീക്ക് 60? ഇറ്റ് ഇസ് 2/√3 അല്ലേ. അതിൻ്റെ റെസിപ്രോക്കലാണ്. ട്രിഗ്നോമെട്രിക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2/√3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2π/3√3 ആണ് നമ്മുടെ റിസൾട്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2π/3√3 ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഇത്രയുള്ള ഫോർമുല അറിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ കാണാം. അപ്പോൾ 1 മാർക്ക് എളുപ്പം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പം മനസ്സിലാക്കേണ്ടത് 0 to infinity ആണ്
എക്സ് റേസ് ടു എം ബൈ 1 പ്ലസ് എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഈ ഫോമിലാണ് എന്നുള്ള പഠിക്കുക. കൊസീക്കിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു ഇൻ്റഗ്രൽ വാല്യൂ തന്നെയാണ് പറഞ്ഞത്, പക്ഷെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് അല്ലേ. എന്താ പറയുന്നത്? -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഡി എക്സ്. നമുക്കറിയാം ഇൻ്റഗ്രൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഡി എക്സ് ആണെങ്കിൽ എന്തായിരുന്നു അത്? x റേസ് ടു n എന്നുള്ള രീതിയിലാണെങ്കിൽ അല്ലേ 1/n ഗാമ ഓഫ് 1/n ആയിരുന്നു. ഒന്നെങ്കിൽ ഈ ഫോർമുല പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്താലും മതി. നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇ റേസ് ടു -x² ആണെങ്കിൽ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ടി ആസ് അല്ലേ. ഇപ്പം ഇവിടെ x റേസ് ടു 4 ആയതുകൊണ്ട് x റേസ് ടു 4, എന്നിട്ട് ഇ റേസ് ടു -t, ഇനി ഡി എക്സ് ഒക്കെ ഡി ടിയിലേക്ക് മാറ്റിയാൽ മതി, സാധാരണ നമ്മൾ ഇൻ്റഗ്രേഷനിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്ന പോലെ. അപ്പം നമുക്ക് ഗാമയുടെ ഇൻ്റഗ്രൽ വാല്യൂ ഉള്ള രീതിയിൽ കിട്ടും. 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു n-1 ഇ റേസ് ടു -x ഡി എക്സ് എന്നുള്ള രീതിയിൽ ഇത് കൺവേർട്ട് ആവും. അപ്പം അത് ഗാമ ഓഫ് 1/n എന്നുള്ള രീതിയിൽ 1/n ഗാമ ഓഫ് 1/n എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾ ആ മെത്തേഡ് ചെയ്യുക. ആ മെത്തേഡ് ചെയ്യുമ്പോൾ ടൈം ഒരുപാട് എടുക്കും അല്ലേ. അപ്പം അതിനേക്കാളും ബെറ്റർ എന്താ, നിങ്ങൾക്ക് ഫോർമുല പഠിക്കാൻ എളുപ്പമാണ് എന്നുണ്ടെങ്കിൽ, കാരണം ഇത് ഏറ്റവും എളുപ്പമല്ലേ, 1/n ഗാമ ഓഫ് 1/n മാത്രം നോക്കിയാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം 0 ടു ഇൻഫിനിറ്റി ആണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. പക്ഷെ -∞ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും അവിടെ? ആദ്യം നമുക്ക് ഈ ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഫംഗ്ഷനാന്ന് നോക്കണം അല്ലേ. നമുക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ഇതൊരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? -∞ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഇസ് ഈക്വൽ ടു അല്ലേ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഡി എക്സ് എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ ഈവൺ ഫംഗ്ഷൻ ആവണം. എന്താ ഈവൺ ഫംഗ്ഷൻ? എഫ് ഓഫ് -x ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാം. നോക്കൂ, ഇവിടെ ഇ റേസ് ടു -x റേസ് ടു 4, അപ്പോൾ എന്താണ് എഫ് ഓഫ് -x വരിക? -x എന്ന് പറയുമ്പോൾ ഇ റേസ് ടു മൈനസ് ഓൾറെഡി ഉള്ളതാണ്. ഇനി എക്സിനാണ് മൈനസ് കൊടുക്കുന്നത്. അപ്പം -x റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 4 ഈവൺ ആയതുകൊണ്ട് നെഗറ്റീവിന്റെ വാല്യൂ എന്താ? പോസിറ്റീവ് തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ x റേസ് ടു 4 തന്നെയാണ് വരിക. ഇറ്റ് ഈസ് ക്ലിയർലി എഫ് ഓഫ് എക്സ്. അപ്പോൾ അത് ഈവൺ ഫംഗ്ഷൻ അല്ലേ. ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതിന്റെ റിസൾട്ട് അല്ലെ അനുസരിച്ച് 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഡി എക്സ് എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ നോക്കേണ്ട അതിന്റെ ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. -∞ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഓഡാണോ ഈവൺ ആണോ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കണം. ക്ലിയർ ആണോ? ഇനി അപ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു ഫോർമുലയും നമുക്കറിയാം. അപ്പോൾ ഇത് ഈവൺ ഫംഗ്ഷൻ ആണോ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു -x റേസ് ടു 4 ഡി എക്സ് അല്ലേ. ഇനി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി ഫോർമുല. 2 ഇൻറ്റു വാട്ട് ഇസ് n ഹിയർ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്നിന് പകരം എന്താ? 4 ആണ് അല്ലേ. അപ്പോൾ n 4 ആയതുകൊണ്ട് ഫോർമുല അനുസരിച്ചിട്ട് എന്ത് എഴുതാം? 2 ഇൻറ്റു 2 ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. 2 ഇൻറ്റു 1/n എന്ന് പറയുമ്പോൾ 1/4 ഗാമ ഓഫ് 1/4. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്നാണ് വരിക. അപ്പോൾ 1/2 ഗാമ ഓഫ് 1/4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ വാല്യൂ ഇൻ്റഗ്രൽ വാല്യൂ ആയിട്ട് അല്ലേ, റിയൽ നമ്പർ ആയിട്ടല്ല, ഗാമ ഫംഗ്ഷന്റെ ഒരു ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കൺവേർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. -∞ ടു ഇൻഫിനിറ്റി ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് ഈ ഒരു അല്ലേ ഫോർമുലയ്ക്ക്, ഈ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തിക്കുക. ആ റിസൾട്ട് അനുസരിച്ചിട്ട് എന്താണോ അതിനനുസരിച്ചിട്ട് ആ ഒരു ആൻസർ എഴുതാം. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ 1/2 ഗാമ ഓഫ് 1/4 ആണ്. ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ ടൈപ്പും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ദ വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ 0 ടു π/2 സൈൻ ക്യൂബ് എക്സ് കോസ് റേസ് ടു 5/2x അല്ലേ. അത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? ഇൻ്റഗ്രൽ 0 ടു π/2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബീറ്റ ഫംഗ്ഷന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സൈൻ റേസ് ടു nx കോസ് റേസ് ടു mx dx അല്ലേ. ഇത് നമ്മൾ ബീറ്റ ഓഫ് 1/n ബീറ്റ ഓഫ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് എന്നും എമ്മും എന്താണ്? അത് ഇൻഡിജർ ആവാം, അല്ലെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആയിരിക്കണം. നമ്മൾ റിസൾട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു n എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ -1 ആയാൽ മതി. ക്ലിയർ ആണോ? -1നേക്കാളും ഗ്രേറ്റർ ആയാൽ മതി എന്നും എമ്മും. അപ്പോൾ ഇവിടെ 5/2 ആണ് നമ്മുടെ എം ആയിട്ട് വരുന്നത്. 3 എന്ന് പറയുന്നത് എന്നും ആണ്. ഗ്രേറ്റർ ദാൻ -1 ആണ്. സോ നമുക്ക് ആ റിസൾട്ട് ബീറ്റ ഫംഗ്ഷൻ്റെ ആ റിസൾട്ട് നമുക്ക്
നന്നായിട്ട് അത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എന്താ വരിക ഇവിടെ? നമ്മുടെ ബീറ്റ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ഇന്റഗ്രൽ 0 to π/2 sin raised to m theta cos raised to n theta d theta equal to 1/2 b of m plus 1/2 n plus 1/2. ക്ലിയർ അല്ലേ? നമ്മൾ ആ റൂട്ട് ടാൻ തീറ്റ ഒക്കെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ആണ്. എം എന്താ ഇവിടെ? എം ഈസ് 3 അല്ലേ? എൻ എന്താ ഇവിടെ? 5/2. അപ്പോൾ എങ്ങനെയാ വരുമ്പോൾ 1/2 ക്ലിയർ ആണല്ലോ. ബി ഓഫ് എം പ്ലസ് 1. എം പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 + 1 4 ആണ്. 4/2 ഈസ് 2. കോമ എൻ പ്ലസ് 1. എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ n 5/2 ആണ്. 5/2 + 1 എന്ന് പറഞ്ഞാൽ 7/2 ആണ്. അപ്പോൾ 7/2/2 എന്ന് വരുമ്പോൾ 7/4. ഓക്കെ, അപ്പോൾ 1/2 ബി 2 7/4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ ബീറ്റ ഫംഗ്ഷൻ ആയിട്ടാണോ? അല്ല, ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഒരു റിയൽ വാല്യൂ അല്ലേ, റിയൽ നമ്പർ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1/2 ബി ഓഫ് 2 7/4നെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമുക്ക് ബീറ്റ ഫംഗ്ഷനും ഗാമ ഫംഗ്ഷനും തമ്മിൽ റിലേഷൻ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മൾ ബീറ്റയുടെ ഫോർമുല പഠിച്ചിട്ടുണ്ടോ നോക്കാം. നമുക്ക് ആദ്യം റിലേഷൻ വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗാമ ഓഫ് 2 അല്ലേ, ബീറ്റ ഓഫ് എം എന്ന് പറഞ്ഞാൽ ഗാമ ഓഫ് എം ഇൻറ്റു ഗാമ ഓഫ് എൻ ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് എം പ്ലസ് എൻ. അപ്പൊ ഗാമ ഓഫ് 2 ഇൻറ്റു ഗാമ ഓഫ് 7/4 ഡിവൈഡഡ് ബൈ ഗാമ ഓഫ് 2 + 7/4 എന്നാണ് വരിക. അപ്പൊ ഇത് കുറച്ചും കൂടി കൺവേർഷൻ ബുദ്ധിമുട്ടാണ്. കാരണം 7/2 ഒക്കെ ആണെങ്കിൽ ബൈ 2 എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കറിയാം അത് ഗാമ ഓഫ് 1/2ലേക്ക് എത്തിക്കാൻ നമുക്കറിയാം അല്ലെ. കാരണം ഗാമ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ, അത് എളുപ്പമായിരുന്നു. പക്ഷെ ഇത് 7/4 ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മറ്റാ ഒരു ഇക്വേഷൻ അല്ലെ, ഗാമ ഓഫ് എം ഇൻറ്റു ഗാമ ഓഫ് 1 - m ഈക്വൽ ടു എന്തായിരുന്നു എം പൈ ഡിവൈഡഡ് ബൈ സൈൻ എം പൈ എന്നുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാട്ടിലും എളുപ്പമായിട്ടുള്ള ഒരു മാർഗം നമ്മൾ ബീറ്റയുടെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ബീറ്റയുടെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ പഠിച്ചത്? 1/2 അല്ല 1/2 അല്ല ബി ഓഫ് അല്ലെ, ബീറ്റ ഓഫ് എം കോമ എൻ ഫസ്റ്റ് പഠിച്ചതാണ്. ഇൻറ്റഗ്രൽ 0 to 1 അല്ലെ, x raised to m minus 1 into x raised 1 minus x the whole raised to n minus 1 dx. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഫോർമുലയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ആണോ 7/4 ആണോ എമ്മും എന്നും ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പൊ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എം ആയിട്ട് 2ഉം n ആയിട്ട് 7/4. അപ്പോൾ പ്രശ്നം എന്താ വരുന്നത്? എം ആയിട്ട് 2 കൊടുത്താൽ x raised to 2 - 1 എന്ന് പറഞ്ഞാൽ x തന്നെയാണ്, പ്രശ്നമില്ല. പക്ഷെ ഇവിടെയോ 1 - x raised to 7/4 - 1 എന്ന് പറയുമ്പോൾ 7 - 4 3/4 എന്നാ വരിക അല്ലെ. ഇപ്പൊ 1 - x raised to 3/4ന് വീണ്ടും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു കാര്യം അറിയാം. ബീറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് ഇൻ ദ സെൻസ് എന്താണ്? ബി ഓഫ് എം കോമ എന്നിന് പകരം നിങ്ങൾക്ക് എന്തെഴുതാം? ബി ഓഫ് എൻ കോമ എം എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിന് പകരം എന്താ വരിക? 2ഉം എമ്മിന് പകരം 7/4. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ നേരെ തിരിച്ചല്ലേ, എന്നിന് പകരം 7/4ഉം എമ്മിന് പകരം 2ഉം ആണ് വരിക. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? അത് എമ്മിന് പകരം എന്താ വരിക? അപ്പോൾ 7/4 വരും. അപ്പൊ നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു അല്ലെ, കറക്റ്റ്. എമ്മിന് പകരം എന്ത് വരും? 7/4 വരും. എന്നിന് പകരം എന്ത് വരും? 2 വരും. അപ്പൊ ഒന്നുകൂടി സുഖമായില്ലേ? കാരണം എന്താ? x raised to 3/4 അല്ലെ, എമ്മിന് പകരമാണ് 7/4 വരുന്നെങ്കിൽ 3/4 ഇൻറ്റു 1 - x raised to n - 1 എന്ന് പറഞ്ഞാൽ n 2 ആണ്. അപ്പൊ 2 - 1 1 ആണ്. കണ്ടോ? അപ്പൊ പ്രശ്നമില്ല, നിങ്ങൾക്ക് ഉള്ളിലേക്ക് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇന്റഗ്രൽ കാണാൻ എളുപ്പമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ചിന്ത വരണം. ഇനി ഇന്റഗ്രലിൽ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമല്ലേ ഗാമയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. പക്ഷെ ഗാമ ഇവിടെ 7/4 ആയതുകൊണ്ട് അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഇന്റഗ്രൽ വാല്യൂ കാണാൻ ശ്രമിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്റഗ്രൽ വാല്യൂവിൽ തന്നെ കാണാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി ഓഫ് എം എൻ ഈക്വൽ ടു ബി ഓഫ് എൻ എം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ 2 7/4 എന്ന് എഴുതുന്നതിന് പകരം വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് 1/2 ബി ഓഫ് 7/4, 2. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ 0 to 1 അല്ലെ. ഇനി x raised to m - 1 അല്ലെ, x raised to 7/4 ആണ്. അപ്പൊ x raised to 7/4 - 1 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഴുതാണ് 3/4 ഇൻറ്റു 1 - x raised to n - 1. 2 ആണ് n, 2 - 1 1 ആണ്. സോ dx. ഇനി ഒന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to 3/4 അല്ലെ, x raised to 3/4 ഇൻറ്റു x എന്നാ പറയാ അല്ലെ, 1 എന്നുള്ള രീതിയിൽ. അപ്പൊ 3/4 + 1 എന്ന് പറഞ്ഞാൽ അഗെയിൻ 7/4 തന്നെ വരും. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x raised to n ആണ്. x raised to n എന്ന് പറഞ്ഞാൽ x raised to 3/4 + 1 അല്ലെ,
3/4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 7/4 ആണ് വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സ് റേസ് ടു 7/4 ഡിവൈഡഡ് ബൈ 7/4 മൈനസ് ഇവിടെയോ എക്സ് റേസ് ടു 7/4 പ്ലസ് 1 എന്നാ വരിക. 7/4 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11/4 ആണ്. അപ്പോൾ 11/4 ഡിവൈഡഡ് ബൈ 11/4. ഓക്കെ അല്ലേ? എക്സ് റേസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1 ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഫ്രം 0 to 1. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട്. എന്താ? 1/2 ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ 1/2 കൂടി ഉണ്ട് എന്നുള്ളത് ആലോചിക്കുക. ഓക്കെ, അതൊന്നും മറക്കരുത് എക്സാമിന് എഴുതുമ്പോൾ. ഇനി എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 7/4 11/4 അല്ലേ? ഒരു 1/4 1/1/4 കോമണാ. 1/1/4 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4/2. ക്ലിയർ അല്ലേ? ഇനി എക്സ് റേസ് ടു 7/4 ഡിവൈഡഡ് ബൈ 7 മൈനസ് എക്സ് റേസ് ടു 11/4 ഡിവൈഡഡ് ബൈ 11 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 4/2 2 ആണ്. അപ്പം 2 ഇൻറ്റു ഇനി അപ്ലൈ ചെയ്യുക. 0 to 1 ആണ്. 0 അപ്ലൈ ചെയ്ത് എല്ലാം 0 ആയി പോകും അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് 1 അപ്ലൈ ചെയ്യുമ്പോൾ 1/7 എന്നാ ബ്രാക്കറ്റിൽ വരിക. 1/7 മൈനസ് ഇനി 1 അപ്ലൈ ചെയ്യുമ്പോൾ 1/11 അല്ലേ? 0 അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം 0 ആയതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. ഇനി 11 മൈനസ് 7 എന്താ നോക്കുക. 11 മൈനസ് 7 എന്ന് പറയുമ്പോൾ 4 ആണ് വരിക അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 11 77. ക്ലിയർ ആണല്ലോ? 2 ഇൻറ്റു 4 എത്രയാ? 8 ആണ്. സോ 8/77 ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരിക. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഡയറക്റ്റ് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ബീറ്റയുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഡെഫിനിഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് ഓപ്ഷൻ സി 8/77 വരും. ഓക്കെ, ഇനിയിപ്പോൾ ബീറ്റയിലാണ് ഓപ്ഷൻ എങ്കിൽ നമ്മൾ അത് വെച്ച് നിർത്താം. എളുപ്പമായി അല്ലേ? ഇത്രയും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 5/2 ഒക്കെ വന്നുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആ ഫോർമുലയിലേക്ക് പോയത്. അതിന് പകരം സം 2 അല്ലേ? ഒരു ഇൻറ്റിജർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു. ഗാമ ഓഫ് എം എന്ന് പറഞ്ഞാൽ എന്താ വരിക? m-1 ഫാക്ടോറിയലാ വരിക. അപ്പം നമുക്ക് എളുപ്പം അപ്ലൈ ചെയ്യാവുന്നതായിരുന്നു ഇൻറ്റിജർ ആയിരുന്നെങ്കിൽ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ തേർഡ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആക്ച്വലി ഒരു റിസൾട്ട് തന്നെയാണ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക ഈ റിസൾട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയണത്? വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. അപ്പോൾ 0 to ഇൻഫിനിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഗാമ ഫംഗ്ഷനിലേക്കാണ് വരിക അല്ലേ? അപ്പോൾ ഗാമയുടെ തന്നെയാണ് നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗാമയുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് ഉള്ളത്. അത് ക്ലിയർ ആയി. എക്സ് റേസ് ടു എ ബൈ എ റേസ് ടു എക്സ് ഡി എക്സ് ഈസ്. അപ്പോൾ എക്സ് റേസ് ടു എ റേസ് ടു എക്സ് എന്നുള്ള രീതിയിലാണ്. എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യും? നമ്മൾ ഗാമയിലേക്ക് കൺവേർട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം എല്ലാ ഓപ്ഷനിലും ഗാമയാണ് വന്നത്. ഗാമയിൽ എങ്ങനെയായിരുന്നു ഇൻ്റഗ്രൽ? 0 to ഇൻഫിനിറ്റി അല്ലേ? എക്സ് റേസ് ടു n-1 ഇ റേസ് ടു -x dx ഈ രീതിയിലായിരുന്നു വന്നിട്ടുള്ളായിരുന്നത്. അപ്പം നമുക്ക് ഈ രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അതിന് എക്സ്പോണൻഷ്യൽ ഫോം വേണം. എക്സ്പോണൻഷ്യൽ ഫോം വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈയിലോട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഗാമ ഓഫ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇ റേസ് ടു എന്നുള്ള രീതിയിൽ ഗാമയുടെ ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്നത് കൊണ്ട് ഇതിൽ ഏതെങ്കിലും ഇ റേസ് ടു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? യെസ് ഓഫ് കോഴ്സ് അല്ലേ? ഈ എക്ക് പകരം എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എ അല്ലേ? കാരണം ഇ റേസ് ടു വരണം. ക്ലിയർ ആണോ? എക്ക് പകരം ഇ റേസ് ടു ലോഗ് എ എഴുതി. അപ്പോൾ വോട്ട് വിൽ ബി എ റേസ് ടു എക്സ്. എ റേസ് ടു എക്സ് എന്താ വരിക? ഇറ്റ് വിൽ ബി ഇ റേസ് ടു അല്ലേ? ഇ റേസ് ടു ലോഗ് എ ദ ഹോൾ റേസ് ടു എക്സ് എന്നാ പറയാ. അതിന് പകരം എന്ത് എഴുതിയാൽ മതി? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഫോർമുല തന്നെയാണ്. ഇ റേസ് ടു എക്സ് ലോഗ് എന്ന് എഴുതിയാൽ പോരെ? ക്ലിയർ ആണോ? അപ്പോൾ എ ഈക്വൽ ടു ഇ റേസ് ടു ലോഗ് എന്ന് എഴുതി. സോ എ റേസ് ടു എക്സ് വിൽ ബി ഇ റേസ് ടു എക്സ് ലോഗ് എ. ഡയറക്റ്റ് ആയിട്ടും ചെയ്യാം അല്ലേ? എ റേസ് ടു എക്സിന് പകരം എന്ത് എഴുതാം? ഇ റേസ് ടു എക്സ് ലോഗ് എ ഡയറക്റ്റ് ആയിട്ടും വേണമെങ്കിൽ എഴുതാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള എക്സിനൊക്കെ കൺവേർഷൻ കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഇൻ്റഗ്രൽ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് 0 to ഇൻഫിനിറ്റി. ഓക്കെ, എക്സ് റേസ് ടു എ ഡിവൈഡഡ് ബൈ എ റേസ് ടു എക്സ് എന്താ? ഇ റേസ് ടു എക്സ് ലോഗ് എ ഡി എക്സ് എന്നായി. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എക്സ് ലോഗ് എ അല്ലേ? കാരണം ഈ നമുക്ക് ആ ഗാമയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണം. എന്താ വേണ്ടത്? ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു അല്ലേ എക്സ് റേസ് ടു n-1 എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ ഇ റേസ് ടു -x എന്ന് വേണം. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ -x ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണെങ്കിലും ലോഗയും കൂടി എക്സ്ട്രാ ഉണ്ട്. അതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഈക്വൽ ടു അല്ലേ ടി ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം? എക്സ് ലോഗ് എ. അപ്പോൾ ഇവിടെ കൺവേർഷൻ കറക്റ്റായി. കാരണം എന്താ? ഇ റേസ് ടു ടി എന്ന് വന്നു. നമ്മുടെ ഗാമയിലേക്ക് എത്താനുള്ള കാര്യമായി.
ക്ലിയർ ആണോ? ഇപ്പോൾ ടി ഈക്വൽ ടു എക്സ് ലോഗ് ആണെങ്കിൽ നമുക്ക് ഡി എക്സ് ഒക്കെ മാറ്റണം, എല്ലാ വേരിയബിളും മാറ്റുക. ടി ബൈ ഡി എക്സ് എന്താ വരിക? എക്സ് ലോഗ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ലോഗ് മാത്രം അല്ലെ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഡി എക്സ് വാട്ട് വിൽ ബി ഡി എക്സ് ഈക്വൽ ടു ഡി ടി ബൈ ലോഗ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെന്നെവർ നമുക്ക് ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റും കൂടി മാറണം അല്ലേ. അപ്പോൾ 0 ആകുമ്പോൾ, എക്സ് 0 ആകുമ്പോൾ എന്താണ് ടി വരിക? ടി ഈക്വൽ ടു 0. എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്താ വരിക? ടി ടെൻസ് ടു ഇൻഫിനിറ്റി തന്നെയാണ്. അപ്പോൾ സെയിം ആണ്, റേഞ്ച് ഒന്നും കുഴപ്പമില്ല, ലിമിറ്റ് ഒന്നും കുഴപ്പമില്ല, 0 ടു ഇൻഫിനിറ്റി അല്ലേ. എക്സ് റേസ് ടു എ, വാട്ട് ഈസ് എക്സ് ഹിയർ? എക്സ് എന്താ ഇവിടെ വരിക? ടി ബൈ ലോഗ് എ. ക്ലിയർ അല്ലേ? എല്ലാം ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ടി ബൈ എക്സിന് പകരം ടി ബൈ ലോഗ് എ ദ ഹോൾ റേസ് ടു, അല്ലെ, എക്സ് റേസ് ടു എ ആണ്. അപ്പോൾ ടി ബൈ ലോഗ് എ ദ ഹോൾ റേസ് ടു എ. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു മൈ, ഇപ്പൊ ഇ റേസ് ടു എക്സ് ലോഗ് എ ആണ്, അതിനെ ആക്ച്വലി ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇ റേസ് ടു മൈനസ് എക്സ് ലോഗ് എന്ന് വരും അല്ലെ. എക്സ് ലോഗ് ആണ് നമ്മൾ ടി ആയിട്ട് എടുത്തത്. അപ്പൊ എനിക്ക് ഇവിടെ എഴുതാലോ, ഇ റേസ് ടു മൈനസ് ടി എന്ന് എഴുതാലോ. ഓക്കെ അല്ലേ? ഇനി ഇൻറ്റു ഡി എക്സിന് പകരം എന്ത് എഴുതണം? ഡി ടി ആയിട്ട് കൺവേർട്ട് ചെയ്തു, ഡി ടി ബൈ ലോഗ് എ. ഇനി നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കോൺസ്റ്റൻസ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. ലോഗ് എ ദ ഹോൾ റേസ് ടു എ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു ലോഗ് എ ഉണ്ട് അല്ലെ. അപ്പൊ അതെന്താ വരിക? 1 ബൈ ലോഗ് എ ദ ഹോൾ റേസ് ടു എ ഇൻറ്റു ലോഗ് എ എന്നാ വരിക. അതെന്താ? ലോഗ് എ ദ ഹോൾ റേസ് ടു എ പ്ലസ് 1. ക്ലിയർ അല്ലേ? അപ്പൊ ലോഗ് എ ദ ഹോൾ റേസ് ടു എ പ്ലസ് 1 എന്നുള്ളത് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എഴുതാം. ബാക്കി എന്താ വരിക എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യൂ. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി അല്ലെ, ടി റേസ് ടു എ. ക്ലിയർ അല്ലേ? ഇ റേസ് ടു മൈനസ് ടി ഡി ടി. ബാക്കി കോൺസ്റ്റന്റ് ഒക്കെ പുറത്തേക്ക് എഴുതി. ഇനി ഇത് ആയോ? ആ ഒരു ടേമിൽ ആവണമെങ്കിൽ n-1 എന്നുള്ള രീതിയിലാണ് ടിയുടെ പവർ വേണ്ടത് അല്ലെ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഇവിടെ എഴുതാം. എന്താ വരിക? ഇന്റഗ്രൽ ഈ രീതിയിലാണ് ഗാമയ്ക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ടി റേസ് ടു n-1 ഇ റേസ് ടു മൈനസ് ടി ഡി ടി. ഇ റേസ് ടു മൈനസ് ടി ഡി ടി വരെ ഓക്കെ. n-1 പകരം എ ആ. സോ വാട്ട് വിൽ ബി എൻ? എന്താ? ജസ്റ്റ് നോക്കിയാൽ മതി. n-a ഈക്വൽ ടു എ. സോ വാട്ട് വിൽ ബി n ഈക്വൽ ടു എ പ്ലസ് 1. കാരണം ഇതാണ് ഗാമ ഓഫ് എൻ ആയിട്ട് വരിക. ഗാമ ഓഫ് എന്നിന്റെ ഫോർമുല ഇതാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്താ വരിക? 1 ബൈ ലോഗ് എ ദ ഹോൾ റേസ് ടു എ പ്ലസ് 1. അതിന് മാറ്റമൊന്നുമില്ല. ഇതെന്താ വരിക? എക്ക് പകരം നിങ്ങൾക്ക് എന്ത് എഴുതാം? എ പ്ലസ് 1 മൈനസ് 1 എന്നുള്ള എഴുതാം അല്ലെ. എന്നാലേ n-1 ആവുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എ പ്ലസ് 1 ആ. അപ്പൊ ഇതെന്താ വരിക? ഗാമ ഓഫ് n എന്നുള്ളതിന് പകരം എ പ്ലസ് 1. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇത് ആക്ച്വലി ഒരു റിസൾട്ട് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്യേണ്ടി വരില്ല എക്സാമിന്റെ ടൈമിൽ. ഇനിയിപ്പോൾ എത്രയും ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ചെയ്യുന്ന മെത്തേഡ് മാത്രം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു എ ബൈ എ റേസ് ടു എക്സ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്? ഗാമ ഓഫ് എ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ലോഗ് എ ദ ഹോൾ റേസ് ടു എ പ്ലസ് 1 ആണ് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ റിസൾട്ടുകളാണ്. നിങ്ങൾ ചെയ്യാൻ കുറേ പഠിക്കാൻ കുറേ റിസൾട്ട് ഉണ്ട്, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുക? ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ രീതിയിൽ ചെയ്ത് പഠിക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ ബീറ്റ ഫംഗ്ഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ബീറ്റയിലയുടെ ഒരു കൺവേർഷൻ ആണ് അല്ലേ. ദ വാല്യൂ ഓഫ് എം ബി ഓഫ് എം എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻ വരുന്നുണ്ട്. എൻ ബി എം പ്ലസ് 1 എൻ പ്ലസ് 1. നമ്മൾ കൺഫ്യൂഷൻ അല്ലെ, കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ചിന്തിക്കേണ്ടത് കുറേ ഫോർമുല പഠിക്കുന്നുണ്ട്, ഏത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഡൗട്ടായിട്ട് വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റഗ്രൽ യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇൻ്റഗ്രൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് ഇതിലേക്കൊക്കെ അല്ലെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടും. നമ്മൾ അവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോർമുലയാണ് ഇത്. ഓർമ്മയുണ്ടോ? ബി ഓഫ് എം എൻ എന്താന്നുള്ളത് ഒരു ഫാക്ടോറിയൽ നൊട്ടേഷൻ പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എളുപ്പമാണ് പഠിക്കാൻ. എന്താണ്? n-1 ഫാക്ടോറിയൽ ഇൻറ്റു m-1 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ m പ്ലസ് n-1. ഓക്കെ, ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഗാമ ഫംഗ്ഷനും യൂസ് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയത് ഗാമ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നുകൂടെ എളുപ്പം തോന്നിയത് ഈ ഒരു ഫോർമുല ആയതുകൊണ്ട് ഇത് എടുത്തു എന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഗാമ ഫംഗ്ഷൻ വെച്ചിട്ടാണെങ്കിൽ ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബി ഓഫ് എം എൻ എന്താ വരിക അല്ലേ? എം ഇൻറ്റു ഇവിടെ എം ഇൻറ്റു ബി ഓഫ് എം എൻ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക? എന്നിന് പകരം n-1 ഫാക്ടോറിയൽ. അപ്പോൾ n പ്ലസ് 1 ആണെങ്കിൽ n ഫാക്ടോറിയൽ. ക്ലിയർ അല്ലേ? അപ്പോൾ n ഫാക്ടോറിയൽ ഇൻറ്റു എമ്മിന് m തന്നെയാണ്. സോ m-1 ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ അല്ലേ. എം പ്ലസ് എന്നിന് പകരം എന്താണ്? n പ്ലസ് 1 ആണ്. അപ്പോൾ എം പ്ലസ് എന്നിന് പകരം n പ്ലസ് 1 ആണ്. മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? എം പ്ലസ് എൻ മാത്രമല്ലേ വരിക? എം പ്ലസ് എൻ ഫാക്ടോറിയൽ എന്ന് വരും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഓപ്ഷൻസിൽ ഓരോന്നും നിങ്ങൾക്ക്
ചെക്ക് ചെയ്ത് നോക്കാം, ഇത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓപ്ഷൻസ് നോക്കിയിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾ ഒന്ന് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. എം ഇൻറ്റു എൻ ഫാക്ടോറിയൽ അല്ലേ, അങ്ങനെയാണ് വന്നത്. എം ഇൻറ്റു എൻ ഫാക്ടോറിയൽ ഇൻറ്റു എം മൈനസ് 1 ഫാക്ടോറിയൽ, ഈ രീതിയിലാണ് വന്നത്, ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ഫാക്ടോറിയൽ. ഇതിവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഓപ്ഷനിൽ ഓരോന്ന് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് വരുത്താൻ പറ്റുമോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വരുത്താൻ പറ്റുമോ, എൻ ഇൻറ്റു എന്ന് കിട്ടണം അല്ലേ. ഇനി ബി ഓഫ് എം പ്ലസ് 1 എൻ. അപ്പൊ നമുക്ക് ഈ ബി ഓഫ് എം പ്ലസ് 1 എൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താ ബി ഓഫ് എം പ്ലസ് 1 എൻ ആണെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, എന്നിന് പകരം എം പ്ലസ് 1 ആണ്, സോറി എമ്മിന് പകരം എം പ്ലസ് 1 ആണ്. അപ്പൊ എം പ്ലസ് 1 മൈനസ് 1 ഫാക്ടോറിയൽ എന്നാണ്, അതായത് എം ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ, ഓക്കെ അല്ലേ, ഡിവൈഡഡ് ബൈ ഇനി എം പ്ലസ് എൻ മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ എം പ്ലസ് 1 പ്ലസ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക, എം പ്ലസ് എൻ ഫാക്ടോറിയൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ആണ് എടുക്കണമെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഒന്നുമില്ല, കാരണം ഇതിന്റെ ഡിനോമിനേറ്ററും സെയിം ആണ്. പക്ഷെ ഇവിടെ ചേഞ്ച് വരുന്നത് എന്താ, എൻ ഇൻറ്റു ഒന്നും കൂടി ഉണ്ട് കേട്ടോ, സോറി ഇതിൽ എൻ ഇൻറ്റു ഒന്നും കൂടി ഉണ്ട്. എന്താണ്, എന്നിന് പകരം എം ആണ്, എം ഫാക്ടോറിയലിന് പകരം എൻ ഫാക്ടോറിയൽ ആണ്, എൻ മൈനസ് 1 ഫാക്ടോറിയൽ. ആ ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ചേഞ്ച് ചെയ്യും നോക്കൂ. ഇതിനെ ഇതിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ ഫാക്ടോറിയലിനെ ആക്ച്വലി നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എൻ ഇൻറ്റു എൻ മൈനസ് 1 ഫാക്ടോറിയൽ എന്നാക്കിക്കൂടെ. ഇനി എന്തുണ്ട്, എമ്മും എം മൈനസ് 1 ഫാക്ടോറിയലും, എന്തത്, എം ഇൻറ്റു എം മൈനസ് 1 ഫാക്ടോറിയൽ എം ഫാക്ടോറിയൽ ഹോൾ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ഫാക്ടോറിയൽ. ഇപ്പോൾ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ. ഇതിലേക്ക് എൻ ഓക്കെയാണ്, എം ഫാക്ടോറിയൽ ഉണ്ട്, എൻ മൈനസ് 1 ഫാക്ടോറിയൽ എൻ മൈനസ് 1 ഫാക്ടോറിയൽ ബൈ എം പ്ലസ് എൻ ഫാക്ടോറിയൽ. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ബി ഓഫ് എം ഇൻറ്റു എൻ പ്ലസ് 1, ഇവിടെ എൻ പ്ലസ് 1 ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പൊ എൻ പ്ലസ് 1 വരുമ്പോൾ എന്തായാലും എൻ പ്ലസ് 1 ഫാക്ടോറിയൽ ഒക്കെ വരാനുള്ള ചാൻസേ ഉള്ളൂ. ക്ലിയർ ആണോ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തൊക്കെ പോകണം താഴെ മേലെ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഗാമ ഫംഗ്ഷൻ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം ആ രീതിയിൽ നോക്കുക കേട്ടോ. ഈ ഫോർമുല പഠിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, എൻ ഇൻറ്റു ബി എം പ്ലസ് 1 എൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് ഗാമ ഓഫ് 9/2 അല്ലേ. ഗാമയുടെ ഉള്ളിൽ ഒരു ഇൻറ്റിജർ അല്ല, 9/2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. അത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തിരുന്നത്, എന്താണ് ചെയ്യുക, ഗാമ ഓഫ് 9/2 വന്ന what is gamma of m whenever m is greater than 0. Gamma of m എന്തായിരുന്നു, gamma of m equal to m minus 1 into m minus 1 factorial അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഗാമ ഓഫ് 9/2 എന്താ വരിക, 9/2 ഈക്വൽ ടു 9/2 മൈനസ് 1. എന്താ 9/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 7/2. 7/2 ഇൻറ്റു 7 സോറി ഗാമ ഓഫ് m മൈനസ് 1 അല്ലേ, സോറി ഫാക്ടോറിയൽ അല്ല, കാരണം എന്താ ഫാക്ടോറിയൽ എടുക്കാത്തതിന് കാരണം ഇത് ഇൻറ്റിജർ അല്ല. സോ എം മൈനസ് 1 ഇൻറ്റു ഗാമ ഓഫ് എം മൈനസ് 1 ആണ്. സോ ഗാമ ഓഫ് 9/2 ഈക്വൽ ടു 7/2 ഇൻറ്റു ഗാമ ഓഫ് 9/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 7/2 തന്നെ. ക്ലിയർ അല്ലേ. ഇനിയും എഗെയിൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതൊരു റെക്കറൻസ് റിലേഷൻ ആയതുകൊണ്ട് ഇനി എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാം. എന്താണ് ഗാമ ഓഫ് 7/2 വരെ, ഇതന്നെ എഗെയിൻ യൂസ് ചെയ്യുമ്പോൾ 7/2 മൈനസ് 1 എന്ന് പറയുമ്പോൾ 5/2 അല്ലേ, ഇൻറ്റു ഗാമ ഓഫ് 5/2. ക്ലിയർ അല്ലേ. ഇനി എഗെയിൻ ഗാമ ഓഫ് 5/2 എഗെയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ വീണ്ടും എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 5/2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3/2 ആണ്. 3/2 ഇൻറ്റു ഗാമ ഓഫ് 3/2. ക്ലിയർ അല്ലേ. 3/2നെ എഗെയിൻ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 7/2 ഇൻറ്റു 5/2 ഇൻറ്റു 3/2 ഇൻറ്റു എന്താ വരിക, 3/2 മൈനസ് 1 1/2 ഇൻറ്റു ഗാമ ഓഫ് 1/2. ഗാമ ഓഫ് 1/2 വരുന്ന വരെ നിങ്ങൾക്ക് 2 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സുഖമാണ്. സോ വാട്ട് ഇസ് 7 ഇൻറ്റു 5 ഇൻറ്റു 3 ഇൻറ്റു 1 ബൈ 7 ഇൻറ്റു 5 35. അപ്പോൾ 35 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ഇൻറ്റു 2 8 ഇൻറ്റു 2 16. ഗാമ ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഓപ്ഷനിൽ 35 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 16 എന്നുള്ള രീതിയിലുണ്ട്. എന്താണ് 35 ഇൻറ്റു 3 എന്താ നോക്കിയാൽ മതി അല്ലേ, എന്താണ് 105 ആണ്. അപ്പോൾ 105 റൂട്ട് പൈ ബൈ 16 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഗാമയുടെ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെ, ആ റെഫറൻസ് റിലേഷൻ യൂസേജ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി ആണ് കേട്ടോ. എക്സ് റേസ് ടു അല്ലേ 1/4 അല്ലേ, 4th റൂട്ടാണ്. ഇ റേസ് ടു മൈനസ് റൂട്ട് എക്സ് ഈസ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ നോക്കുമ്പോൾ ഇന്റഗ്രലിന്റെ വാല്യൂ ആയിട്ട് തന്നെയാണ് ഇവിടെ അവർ
തന്നിട്ടുള്ളത്. എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഗാമയുടെ ഏകദേശം ഒരു നോക്കുമ്പോൾ തന്നെ അറിയാം, ഗാമയുടെ ഒരു എന്തോ ഒരു ഫോമിലാണ് ഇവിടെ വന്നത്. 0 to ∞ എന്തായിരുന്നു, e⁻⁻x ഇൻറ്റു x⁻n−1 dx അല്ലേ. ഇവിടെ നോക്കുമ്പോൾ എന്താ അത് വരിക, ഇത് ആക്ച്വലി ഇതൊന്ന് x⁻1/4 ഇൻറ്റു e⁻−1/2 അല്ലേ, x⁻1/2 ഇൻറ്റു x⁻1/4 dx ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് e⁻⁻x പകരം -x⁻1/2 ആണ് വരുന്നത്. ഓക്കെ, ഇനി x⁻1/4 അല്ലേ, x⁻n−1 പകരം അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. n-1 = 1/4 കണ്ട n എന്താണെന്ന് കണ്ടുപിടിക്കാൻ സുഖമാണ്. പക്ഷെ എക്സിന് പകരം എന്താണ്, എക്സിന്റെ പവർ 1/2 എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെ ചെയ്യാം. എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുന്നത്, e⁻⁻x പകരം x⁻1/2 അപ്പൊ x⁻1/2 അതായത് √x നിങ്ങൾക്ക് t ആയിട്ട് വിളിക്കാം. ക്ലിയർ ആണല്ലോ. സോ ദിസ് ഇംപ്ലൈസ് t = √x അല്ലെങ്കിൽ x⁻1/2. അപ്പൊ എന്തായിരിക്കും dt/dx വരിക, dt/dx = എന്താണ്, √xന്റെ ഡെറിവേറ്റീവ് എന്താ, 1/2 √x. ക്ലിയർ ആണോ. ഇനി ഇവിടുന്ന് dx ആണ് നമുക്ക് വേണ്ട അല്ലേ, ഇന്റഗ്രൽ dx എന്നും കൂടി ഉണ്ട്. ഓക്കെ, dx വേണം. dx = എന്താ വരിക, 2 √x dt. ക്ലിയർ ആണോ. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റും കൂടി നിങ്ങൾ നോക്കണം. x → 0 ആകുമ്പോൾ t → 0 ആണ്, x → ∞ ആകുമ്പോൾ t എന്താണ്, ഇൻഫിനിറ്റിയിലേക്കാണ്. അപ്പോൾ ലിമിറ്റിലൊന്നും വ്യത്യാസമില്ല, 0 to ∞. സോ വാട്ട് വിൽ ബി x⁻1/4, t എന്ന് പറഞ്ഞാൽ x⁻1/2 ആ. അപ്പോൾ x⁻1/4 എന്തായിരിക്കും, എന്താണ് x⁻1/4, the whole ⁻1/2 അല്ലേ. അപ്പോൾ ഇവിടെയും ⁻1/2 വരും. അപ്പോൾ എന്താണത്, t⁻1/2 ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ x⁻1/4 എന്ന് പറഞ്ഞാൽ t⁻1/2 ആണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് t⁻1/2. ഓക്കെ, ടിയിലേക്ക് എല്ലാം കൺവേർട്ട് ചെയ്യുക. e⁻−√x t ആയിട്ടാണ് നമ്മൾ എടുത്തത്. ഇൻസ്റ്റെഡ് ഓഫ് dx യു ക്യാൻ റൈറ്റ് വാട്ട്, 2 √x dt. ക്ലിയർ ആണോ. 2 √x, വാട്ട് ഇസ് √x, √x ഇസ് x⁻1/2 ആണ്, അത് t ആണ്. അപ്പോൾ 2t dt എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ∞. എന്താണ് t⁻1/2 ഇൻറ്റു t, എന്താണ് അത്, t⁻1/2 + 1 t⁻3/2 ആണ് അല്ലേ. 3/2 e⁻−t dt. മറക്കണ്ട, ഒരു 2 കോൺസ്റ്റന്റ് ഉണ്ട്, പുറത്തേക്ക് എടുത്തു. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു. ഇപ്പൊ നോക്കൂ, ഗാമയുടെ ആ ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഫോം ആയിട്ടുണ്ട്. എന്താണ് ആ ഇന്റഗ്രൽ ഫോം, 0 to ∞ t അല്ലെങ്കിൽ x⁻n−1 അല്ലെ, e⁻−x dx ആയിരുന്നു. x⁻n−1 ആണ് 3/2. അപ്പൊ എന്താണ് എന്താ n എന്നുള്ളത് നോക്കിയാൽ മതി. എന്താണ് n-1 ആണ് 3/2. ഓക്കെ, 3/2 പകരം n-1 ആണ്. സോ വാട്ട് ഇസ് n ഇസ് 3/2 + 1 എന്ന് പറയുമ്പോൾ 5/2. ക്ലിയർ ആണോ. അപ്പോൾ 2 ഇൻറ്റു എന്താ വരിക ഇവിടെ, ഗാമ ഓഫ് 5/2 ആണ് വരുന്നത്. ഇനി ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം √π എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഗാമയിലേക്ക് അല്ലേ, ഈ ഗാമ ഓഫ് 5/2 കൺവേർട്ട് ചെയ്യണം. നമുക്കത് കൺവേർട്ട് ചെയ്യാൻ അറിയാം. എങ്ങനെയാണ്, 5/2 - 1 എന്ന് പറയുമ്പോൾ 3/2 ഇൻറ്റു ഗാമ ഓഫ് 3/2. ഇപ്പം നമ്മൾ ചെയ്തിട്ട് തന്നെ ഉള്ളൂ ആ സ്റ്റെപ്പ് തന്നെ. ഇനി 2 × 2 ക്യാൻസൽ വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. 3 ഇൻറ്റു അല്ലേ, ഗാമ ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ 3/2 - 1 എന്ന് പറയുമ്പോൾ 1/2 ഗാമ ഓഫ് 1/2. ക്ലിയർ അല്ലേ. ഇനി ഗാമ ഓഫ് 1/2 √π ആണ്. അപ്പോൾ 3/2 √π ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് സിമ്പിൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ 3/2 √π ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണോ. ഇപ്പോൾ കഴിവതും മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഗാമ ആൻഡ് ബീറ്റ ഫംഗ്ഷൻ. നിങ്ങൾക്ക് അറിയേണ്ട ആ ഫോർമുല അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ടതുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സുമായി കാണാം. ബൈ.